എ വെർജിൻ? എന്ത് വെടിവെക്കാൻ? ആരെയും കിട്ടിയില്ലെങ്കിൽ നീ ഒരുത്തിനെങ്കിൽ വിളിച്ചോണ്ട് പോരാ. ഈ മീശ വെച്ചോണ്ടൊക്കെ അങ്ങനെയൊക്കെ. മീശ എന്താ അവിടെ? സുരേഷ് ഗോപി ചേട്ടന്റെ മകൻ ഗോകുൽ സുരേഷ് ഗോപി. ബാക്കിയുള്ള കാസ്റ്റിംഗ് ഒന്നും ആയിട്ടില്ല. എന്റെ സാറേ പിന്നെ കോളേജിൽ ഗർഭക്കാരനെന്നാ വിളിക്കുന്നത്. ആങ്കറിംഗിലും കൂടെ ഒന്ന് കൈവച്ചാലോ? എന്റെ പൊന്നണ്ണ, അത് പറയാൻ പറ്റത്തില്ല എന്നെങ്ങനെയാ പറയുന്നത്? അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന അറിയേണ്ട ഒരു വാർത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്ലവേഴ്സിന്റെ കോമഡി സൂപ്പർ നൈറ്റ് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, Good evening and welcome to Luna's Comedy Super Night. Luna's Comedy Super Nightന്റെ കൂടുതൽ വിശേഷങ്ങൾ, അപ്ഡേറ്റ്സ്, ഇനി വരാൻ പോകുന്ന താരങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് Luna's Comedy Super Nightന്റെ ഫേസ്ബുക്ക് പേജ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. www.facebook.com/Comedy Super Night എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കോമഡി സൂപ്പർ നൈറ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജ് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഫേസ്ബുക്ക് പേജ് ഇന്ന് തന്നെ ലൈക്ക് ചെയ്യാം. നമുക്ക് ഇന്ന് ആദ്യം തന്നെ നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലെ ആ ഒരു അതിഥിയാണ് സ്വാഗതം ചെയ്യാനുള്ളത്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അതിഥി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാനൽ ഉദ്യോഗത്തിൽ നിന്നും ചാനലിന്റെ തലപ്പത്തേക്കും, അവിടെ നിന്ന് സിനിമാ നിർമ്മാണ രംഗത്തേക്കും, അവിടെ നിന്ന് സിനിമ അഭിനയത്തിലേക്കും, ഇപ്പോൾ മലയാളത്തിലെ മുൻനിര നായക പദവിയിലേക്കും എത്തിച്ചേർന്നിരിക്കുന്ന മലയാളികളുടെ പ്രിയങ്കരനായ ശ്രീ വിജയ് ബാബു. നമസ്കാരം. അതെ, ഞാന് ആരാണ് ആദ്യം സ്റ്റേജിലോട്ട് വരുന്നത് നോക്കിയിരിക്കുക. ഞാനിപ്പോ വന്ന പാട്ട് കേട്ടായിരുന്നു. ആടില് സർബത്ത് സെവൻ. ആ സിനിമ കണ്ടായിരുന്നു. എല്ലാരും അത് എൻഡ് ചെയ്യുന്നത് ഞാൻ ശീലിച്ചു പോയി. ഈ പാട്ട് ഈ സിനിമയിൽ ഒരു 5-6 വട്ടം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ പാട്ടിന്റെ എല്ലാ എൻഡില് ഞാൻ ഈ പാട്ട് അത് എൻഡ് ചെയ്യുന്നത് ആദ്യം കാണുന്ന ആളെ കുനിച്ചു നിർത്തി 4 ഇടി ഇടിക്കും. അത് ആ സീനിലും അങ്ങനെയാണ്. ഞാൻ കുനിഞ്ഞു തരാം, ഇടിച്ചോളൂ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് തുടങ്ങി. എനിക്ക് ഒരുപാട് സന്തോഷം. സമസ്ത മേഖലകളിലും കൈവച്ചിട്ടുണ്ടല്ലേ? അല്ല, ഈ സമസ്ത മേഖലകളിലും. അപ്പൊ എല്ലാ മേഖലകളിലും സിനിമയുടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി തിരിച്ച് ഇതുവരെ എത്തിയിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ഏതാണ്? എനിക്കൊരു മേഖല ഇഷ്ടപ്പെടാതിരിക്കുന്ന ദിവസം അത് നിർത്തും. അപ്പൊ എല്ലാ മേഖലകളും ഇഷ്ടപ്പെട്ടതാണ്. അല്ല, ഇപ്പം എൻജോയ് ചെയ്യുന്ന ഇത് പ്രൊഡക്ഷനും ആക്ടിങ്ങും തന്നെയാണ്. അതുകൊണ്ടാണ് ആ മേഖലയിൽ ഇപ്പൊ നിൽക്കുന്നത്. ടെലിവിഷൻ ഒരു കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്നു. 10-15 വർഷത്തോളം ഇഷ്ടപ്പെട്ടു. അതിന്റെ എല്ലാ മേഖലകളും, താങ്കളുടെ ഭാഷ പറയുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും, സെയിൽസ് തൊട്ട് പ്രോഗ്രാമിംഗ് തൊട്ട് ആങ്കറിംഗ് തൊട്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് മടുത്തപ്പോഴാണ്, അതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നിയപ്പോഴാണ് അത് വിട്ടിട്ട് പ്രൊഡക്ഷനിലേക്ക് വന്നത്. അപ്പം ഇത് എൻജോയ് ചെയ്യണം. ഇത് മടുക്കാതെ തന്നെ മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതെ, ഇനി ഇതിൽ എത്രയോ മേഖലകളിൽ കൈവയ്ക്കാനിരിക്കുന്നു. അതെ, അപ്പൊ ക്യാമറ ഡയറക്ഷൻ ഇതൊക്കെ നമുക്ക് കിടക്കല്ലേ. ഇപ്പൊ മൃഗങ്ങളെ ശരിക്കും ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിലായി? ആണോ? എവിടേക്കാ വരുന്നതെന്ന് മനസ്സിലായി. അതായത് മങ്കി പെൻ,
പുള്ളി പ്രൊഡക്ഷൻ ചെയ്ത സിനിമകളാണ് മങ്കി പെൻ, പിന്നെ ഉണ്ട് ഏതാ ആട്, പിന്നെ പെരിച്ചാഴി. കണ്ട എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാരും ഒരു തരത്തിൽ പറഞ്ഞ മൃഗങ്ങളല്ലേ? അല്ല, ഞാൻ മൃഗമല്ല. അതെന്താ മൃഗങ്ങളുടെ പേര് തന്നെ ഇടാൻ? അല്ല, അതൊരു നിമിത്തം പോലെ വന്നാണ്. അങ്ങനെ നമ്മള് പ്രതീക്ഷിച്ചതൊന്നുമല്ല. ഞങ്ങൾ തന്നെ ഇപ്പൊ ആട് വന്നപ്പോഴാണ് എവിടെയോ ഈ നെറ്റിൽ തന്നെ ഇങ്ങനെ ഒരു കോമഡി വന്നപ്പോഴാണ് നമ്മൾ തന്നെ ശ്രദ്ധിക്കുന്നത്. ശരിയാണല്ലോ. അപ്പൊ സാൻഡ്ര എന്നോട് ചോദിച്ചു, സക്രിയുടെ ഗർഭിണികൾ നമ്മള് അതിൽ പ്രത്യേകിച്ച് ഒരു മൃഗത്തിന്റെ ആവശ്യമില്ലല്ലോ. അതിന് ഉണ്ടല്ലോ. അതില് വിജയ് ബാബു ആക്ട് ചെയ്തില്ലേ? അപ്പൊ അങ്ങനെയാണ് അത് യാദൃശ്യമായി സംഭവിച്ചാണ്. നമ്മൾ ഈ ഒരുപാട് ഇപ്പോൾ ചാനലിന്റെ ഹെഡ് ആയിരുന്നപ്പോഴും പിന്നെ ബിസിനസ് പരമായിട്ടും പ്രൊഡക്ഷൻ ഇതുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ യാത്രയിൽ ഉണ്ടായ എന്തെങ്കിലും? യാത്രയല്ല, ഞാൻ ഒരുപാടടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോംബെയിലാണ് ആദ്യം എൻ്റെ കരിയർ തുടങ്ങുന്നത്. ബോംബെയിൽ നിന്ന് ദുബായ് പോയി, ദുബായിൽ നിന്ന് ഹൈദരാബാദിൽ വന്നു, ഹൈദരാബാദിൽ നിന്ന് കേരളത്തിൽ വന്നു. പിന്നെ ഇപ്പം എപ്പോഴും നമ്മളൊരു ഇപ്പം ഞാൻ ഏകദേശം 5-6 ഭാഷ നന്നായി സംസാരിക്കും. ഓ, നേരത്തെ നമുക്ക് മലയാളം, ഇംഗ്ലീഷ്, പിന്നെ ഈ ഹിന്ദി എന്ന് പറയുന്നത് നമുക്ക് ഈ തിയറിറ്റിക്കൽ നോളജ് മാത്രമാണ്. നമ്മളിപ്പോൾ ബുക്കിൽ പഠിക്കുന്ന ഹിന്ദിയാണ്. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് സ്പോക്കൺ ലാംഗ്വേജ് വേണം, എന്നാൽ മാത്രം. അപ്പം ഞാൻ ആദ്യമായിട്ട് ബോംബെ പോകുമ്പോൾ ഹിന്ദി നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് നമുക്ക് സ്പോക്കൺ എക്സ്പീരിയൻസ് ഇല്ല. അപ്പം പെട്ടെന്നൊരു വാക്ക് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ചെറിയൊരു ഇത് പറയുന്നത് എനിക്ക് ഓർമ്മയുള്ളത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ താഴത്തെ കടയിൽ പോയി എന്നോട് തൈര് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം അവിടെ ചെന്നപ്പോഴാണ് ഈ തൈരിന്റെ ഹിന്ദി വാക്ക് മറന്നുപോയി. അറിയോ തൈരിന്റെ ഹിന്ദി വാക്ക് എന്താ അറിയോ? എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയോ? അത് ഞാൻ അപ്പൊ അവിടെ ചെന്നിട്ട് ഈ തൈര് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ നോക്കിയിട്ട് തൈര് കാണുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് വേണ്ട സാധനം, അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് പശുവിന്റെ അറിയാം, ഗായ്. അപ്പൊ അവരുടെ ഗായ് ദേത്താ ഹൈ, ദൂത് 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 കെ ആകെ ദൂത് കഴിഞ്ഞിട്ട്. അപ്പൊ അവര് പറഞ്ഞ് ഗീ, ഗീ അല്ല ഉസ്കെ പീച്ചെ, അതിന് കുറച്ച് ഗീക്ക് മുമ്പ്. അപ്പൊ അങ്ങനെ പറഞ്ഞു അവസാനം പനീർ വരെ എത്തി. എന്നിട്ടും ഈ തൈരിലോട്ട് പോണില്ല. ഈ ഭാഷ എന്ന് പറഞ്ഞാൽ ശരിക്കും കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ അത് ഏതെങ്കിലും രീതിയിൽ അവരെ അറിയിച്ചാൽ മതി. ഇപ്പൊ അതൊക്കെ പക്കാ പറയണം. ഇതേ സാധനം താങ്കളായിരുന്നെങ്കിൽ ആ അമ്മച്ചിയോട് അങ്ങനെ പറഞ്ഞേനെ. അയ്യോ, ഞാനായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ പോകില്ലല്ലോ. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ താങ്കൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത ഉഗാണ്ട എസ്കേപ്പ്. അല്ല, അത് ഞാനല്ല പ്രൊഡ്യൂസ് ചെയ്തത്, എന്റെ ഡയറക്ടർ രാജേഷ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. രാജേഷ്, ഞാൻ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുകയാണ് ചെയ്തത്. ഉഗാണ്ടയിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഷോക്ക് ചെയ്ത അനുഭവങ്ങളൊക്കെ. എന്നെ ഷോക്ക് ചെയ്തിട്ടുള്ള, ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പം പല ഈ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ അവിടെ പോയിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഇന്റീരിയേഴ്സിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഈ വയലൻസ് ഇച്ചിരി കൂടുതലുള്ള അവരെല്ലാവരും തോക്കും കൊണ്ടല്ലേ നിൽക്കുന്നത്. അതെ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവിടെയൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ രാജേഷിന് പെട്ടെന്ന് വേറൊരു പെർമിഷന് വേണ്ടി പോകണം. അപ്പൊ എന്നെ ഇങ്ങനെ സൈഡിലോട്ട് വിളിച്ചിട്ട്, അതെ ഒരു കാര്യമുണ്ട്, പ്രശ്നമൊന്നുമില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒന്ന് നോക്കണം. നമ്മളതിനെന്താ ഇവിടെ വലിയ പ്രശ്നമൊന്നും നോക്കില്ല. രാജേഷ് പോക്കറ്റിൽ നിന്നൊരു AK-47 പോലെ ഒരു പിസ്റ്റൾ എടുത്ത് കൈ തന്നിട്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെടി വെച്ചാൽ മതി. അവിടെ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് വെടി വെക്കാൻ? അല്ല, വേറെ പ്രശ്നമില്ല, എന്തെങ്കിലും ആവശ്യം വന്നാൽ റിമയൊക്കെ ഉണ്ടല്ലോ, അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചേരാ വെടി, ബാക്കി നമുക്ക് പിന്നെ നോക്കിക്കോളാം. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അവിടെ വെച്ച് എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ട്. നമ്മൾ നേരിട്ട് കണ്ടതാണ്. അവിടെ പച്ചക്കറികളൊക്കെ ഇഷ്ടം പോലെ കിട്ടും. തനി കേരളത്തിൻ്റെതല്ലേ. അപ്പൊ പഴയ ആ ചന്തയൊക്കെ നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്. ഈ ചാക്ക് ഇങ്ങനെ വിരിച്ചിട്ട് കുറെ മലക്കറി ഇങ്ങനെ വെച്ചേക്കും. അവിടെ ഈ നമ്മുടെ ഈയാമ്പാറ്റെ വറുത്ത് കിട്ടും. ഇവിടെ ഇങ്ങനെ മലക്കറിയൊക്കെ വെച്ച് ഓരോരുത്തർ വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ, എന്താ മോനെ അവിടെ എന്താ, ഇതെല്ലാം ഇംഗ്ലീഷിലാണ് ഇങ്ങനെ ചോദിക്കുന്നു. പിന്നെ ഇതിന്റെ അകത്ത് തന്നെ കാശ് എടുത്തിരുന്നു. അപ്പോൾ ഒരു പട്ടി വെറുതെ ഒന്ന് ശല്യം ചെയ്യാണ്. ഈ മലക്കറിയുടെ അവിടെ വെച്ചിരുന്ന് എന്തോ ഇങ്ങനെ കടിക്കുന്നു. അപ്പൊ ഇവര് ഇവിടെ എന്ത് വേണം, പോട്ടി, ഇവിടെ മറ്റേ അവർക്കെന്ത് പോട്ടി, പിന്നെ അവിടെ എന്ത് വേണം, തോക്കെടുക്കുന്നു, ഒരു വെടി. ഞാൻ അത്രയും നേരം ആ ചന്തയിൽ വന്നിട്ട് അത് ഇനി ഈ കഥ കേട്ടിട്ട് നാളെ എന്നെ അറസ്റ്റ് ചെയ്യാൻ ആരും വരരുത്. ഇത് വേറെ സ്ഥലത്ത് നടന്ന കഥ പറഞ്ഞതാണ്, സത്യമാണ്. ഇപ്പൊ FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ യാത്രയെ സംബന്ധിച്ച്. നമ്മുടെ എയർ ഇന്ത്യയുടെ ഒരു അവസ്ഥ കണ്ടിട്ട്, അതായത് ഞാൻ വല്ലാത്ത അവസ്ഥയാണ് സത്യം. എനിക്കും ഒരുപാട് ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് ഒരു ലേസിനെസ് വരുന്നുണ്ട്, അതിലൊരു മടി. അത് അതിന്റെ കൂടപ്പുറപ്പാണോ എന്ന് ഞാൻ ചോദിച്ചതാണ്. അതായത്
എയർ ഇന്ത്യ എല്ലാ ഫ്ലൈറ്റുകളും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഞാനവിടെ ചെല്ലുമ്പോൾ ബോംബെക്ക് 4 ഫ്ലൈറ്റ് ഉണ്ട്. 8 മണിക്കുണ്ട്, 8:30-ക്കുണ്ട്, 8:45-ണ്ട്, 9 മണിക്കുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് 8 മണിക്ക്, ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് എയർ ഇന്ത്യ എടുത്തു. ഈ 4 എണ്ണം പോയിട്ടും എയർ ഇന്ത്യ പോയില്ല. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, എന്താണ് എയർ ഇന്ത്യ എടുക്കാത്തത്? സാർ മഴ. എവിടെ മഴ? ബോംബെയിൽ മഴ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഇവർക്കൊന്നും മഴയില്ലേ, ഇവരൊക്കെ കറക്റ്റായിട്ട് പോയല്ലോ എന്ന് പറഞ്ഞു. ശരി, നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. 9:15. ഈ 4 ഫ്ലൈറ്റും പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് ഫസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് 8 മണിയുടെ ഫ്ലൈറ്റ് എടുത്തത്. 9:15 ആയപ്പോ 8 മണിക്കുള്ളത് 9:15 ഫ്ലൈറ്റിന്റെ അകത്തോട്ട് നമ്മൾ യാത്രക്കാർ നടന്ന് പകുതി ദൂരം എത്തിയപ്പോഴത്തേക്ക് അവർ തടഞ്ഞു നിർത്തി. സാർ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന്, വേണമെങ്കിൽ തിരിച്ചങ്ങോട്ട് പോകും. എന്താണ് അത്? ഇവർക്ക് ഈ സ്ഥിരമായിട്ട് ഈ ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ടാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് ക്രൂ ഇത് റെഡിയായെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ടില്ല. അവരിതുവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന്. ക്യാബിൻ ക്രൂ ഇതുവരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അടുത്ത 45 മിനിറ്റ് ലേറ്റ് ആയി. അപ്പം നമ്മൾ ക്ഷമ നശിച്ച് ഞാൻ ഒരു സ്റ്റേറ്റസ് ഇട്ടു. അതിന് ഒരുപാട് അപ്രീസിയേഷനും ഒരുപാട് ലൈക്കും വന്നു. ഇത് ഞാൻ പറഞ്ഞു, ഇത് ഗവൺമെന്റ് ആവുമ്പോൾ ഇങ്ങനെയാണോ എന്നുള്ളൊരു ഇത്. ശരിക്കും ഇപ്പൊ എയർ ഇന്ത്യയുടെ പേര് ഇനി മാറ്റാൻ പോവുകയാണ്. ഇയർ ഇന്ത്യ എന്നാക്കി. ഈ വർഷം പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം പറ്റില്ല. അപ്പൊ അടുത്ത ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് കമ്പനി ചെലവില്, അല്ലേ? കമ്പനി ചെലവിലാണ് കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത്, ഒരുപാട് രാജ്യങ്ങള്. ഞാൻ ചോദിക്കട്ടെ, അമേരിക്കയിൽ വെച്ച് ഒരു പടം ഷൂട്ട് ചെയ്തല്ലോ, താങ്കളാണ് അതിന്റെ പ്രൊഡക്ഷൻ. ശരിക്കും അവിടെ ചെന്നപ്പോ ഓരോ ക്യാഷൊക്കെ ചെലവാക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു തീയ കാളി കത്തൂല്ലേ? മറ്റേത് പിന്നെ കമ്പനി ചെലവായിട്ട് ദൂരത്തൊക്കെ ആയിട്ട് ലാവിഷായിട്ട് നടക്കാം. കമ്പനി ചെലവ് പോകുമ്പോൾ നല്ല സുഖമല്ലേ? അപ്പോഴാണ് നമ്മൾ സ്ഥലങ്ങളുടെ ഒക്കെ ബ്യൂട്ടി ഒന്ന് എൻജോയ് ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ കാശിൽ പോകുമ്പോൾ ഒരു സ്ഥലവും കാണാൻ പറ്റുന്നില്ല. കറക്റ്റാ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ബാബു പെരിച്ചാഴിയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോ സ്ഥലമൊന്നും ആസ്വദിച്ചില്ല, ഒരു സ്ഥലവും കണ്ടില്ല, ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ അമേരിക്കയിൽ പോയി, ഞങ്ങൾ മാത്രമാണ് ആ സ്ഥലം, അല്ലാതെ വേറൊരു സ്ഥലവും കണ്ടില്ല. കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇനി വേണം. ഇപ്പൊ ആക്ടറൊക്കെ ആയില്ലേ, വല്ലവരും വല്ല ഷോയ്ക്കൊക്കെ വിളിക്കുമായിരിക്കും. അപ്പോഴേ ഇനി വിജയ് ബാബു അമേരിക്ക കാണണം എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ലാലേട്ടനുമായിട്ട് എന്തായാലും ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളെല്ലാം ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ച് എല്ലാ ദിവസവും. ഇന്ന് എന്താണ്, ഞങ്ങൾ രണ്ടുപേരും കുക്ക് ചെയ്യും. ഞാൻ കുക്ക് ചെയ്യും, ലാലേട്ടനും കുക്ക് ചെയ്യും. അപ്പം ലാലേട്ടന്റെ പ്രിപ്പറേഷൻ ലാലേട്ടന്റെ ഓരോ ദിവസം ഞങ്ങൾ സെറ്റിലിരുന്ന് ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഞങ്ങളൊരു ഇങ്ങനെ ഒരു ഡിസ്കഷൻ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ. അപ്പോൾ അവിടെ നിന്ന് ഡയറക്ടർ നോക്കുമ്പോൾ എന്താണ് അടുത്ത ഷോട്ട്, ഞാനും അഭിനയിക്കുന്നുണ്ടല്ലോ, അടുത്ത ഷോട്ടിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഉള്ളതാണ്. പക്ഷെ അടുത്തോട്ട് ഒരുങ്ങും, മോനെ വെജിറ്റേറിയൻ വേണ്ട, നമുക്കിന്ന് കോഴി വാങ്ങിക്കാം, കോഴി വാങ്ങിച്ചിട്ട് നമുക്ക് ചില്ലി ചിക്കൻ അടിക്കാം. അപ്പൊ അവര് വിചാരിക്കും ഡയലോഗ് ഭയങ്കര ഷോട്ടിന് മുമ്പുള്ള പ്രിപ്പറേഷൻ ആണെന്നാണ് ഡയറക്ടർ വിചാരിക്കുന്നത്. അയ്യോ വേണ്ട, അത് വേണ്ട, നമുക്ക് ഇന്നലെയും കൂടെ ബീഫ് അല്ലേ കഴിച്ചത്, അങ്ങനെയുള്ള അതെ. ഇനിയിപ്പോ വരാൻ പോകുന്ന നിർമ്മാണ രംഗത്ത് വരുന്ന ചിത്രം ഏതാണ്? ആക്ച്വലി അത് ഇപ്പൊ താങ്കൾ അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. ഞാൻ ഇതുവരെ ഞങ്ങളത് അനൗൺസ് ചെയ്തിട്ടില്ല. അതിൻ്റെ അനൗൺസ് ചെയ്യാത്തതിന് കാരണമുണ്ട്. ഇത്രയും നല്ലൊരു ഷോയിൽ സുരാജ് എന്ന് പറയുന്ന നാഷണൽ അവാർഡ് കിട്ടിയ നടൻ, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന നടൻ, എന്നോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് പറയാൻ പറ്റത്തില്ല എന്നെങ്ങനെയാ പറയുന്നത്? അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന അറിയേണ്ട ഒരു വാർത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് വിശദമായിട്ടൊന്ന് പറയും. ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോയിൽ അനൗൺസ് ചെയ്യുന്നത്. അതിന്റെ ടൈറ്റിൽ മുത്ത് ഗൗ എന്നാണ്. മുത്ത് ഗൗ. ലാലേട്ടൻ ഇതിന്റെ പേറ്റന്റ് കൊടുക്കേണ്ടി വരും, അതോ പ്രിയൻ സാറിനാണോ? അത് തീരാനായിട്ടില്ല. നമ്മൾ എന്തായാലും ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉഗ്രൻ ടൈറ്റിലാണ് മുത്ത് ഗൗ. അതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ എല്ലാം സ്വന്തം സൂപ്പർ സ്റ്റാർ ആയ സുരേഷ് ഗോപി ചേട്ടന്റെ മകൻ ഗോകുൽ സുരേഷ് ഗോപിയാണ്. ഓ, അങ്ങനെ പുതിയൊരു താരോദയം ഇദ്ദേഹം നടത്തുകയാണ്. അത് ഇതുവരെ അനൗൺസ് ചെയ്യാതിരുന്നത്. ഞാൻ സുരേഷിനോട് കുറച്ച് കഴിഞ്ഞ് അനൗൺസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഈ ഷോ വരുമ്പോൾ എന്തായാലും ജനങ്ങൾ അറിയും. ഇന്ന് തന്നെ ചെന്നിട്ട് സുരേഷ് ചേട്ടനെ വിളിച്ച് ഞാൻ കാര്യം പറയും. ദുൽഖർ വന്നു, കാളിദാസ് വന്നു, ജയറാമേട്ടന്റെ മോൻ വന്നു, ഇനി സുരേഷ് ചേട്ടന്റെ മകനും കൂടി നമ്മുടെ ഈ വലിയ സാമ്രാജ്യത്തിലേക്ക്, ഈ സിനിമ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തിലേക്ക് കാലെടുത്ത്. ഞാൻ വില്ലൻ കഥാപാത്രമാണ് ചെയ്യുന്നത്. അതിൽ വില്ലൻ? അതെ. ഓക്കെ. നീനയില് നായകനിൽ നിന്നും അടുത്തത് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പോൾ എന്നാ പിന്നെ ഒരു വില്ലൻ ചെയ്തേക്കാം. വില്ലൻ ചെയ്ത എല്ലാം ഗംഭീരമായിട്ട് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിലെ നായിക ആരാണ്? അതില് ന്യൂ ഫേസ്. അത് ന്യൂ ഫേസ് തന്നെയാണ്. ഡയറക്ടർ രഞ്ജേട്ടന്റെ സിസ്റ്ററുടെ മകളാണ്, നിരഞ്ജന എന്നാണ് പേര്. ഓ, നിരഞ്ജനയാണ് നായിക. നിരഞ്ജന ഇപ്പൊ ലോകത്തിൽ ഒരു
ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. നിരഞ്ജന പക്ഷേ ഫുൾ ഹീറോയിൻ ആയിട്ട് വരുന്ന ആദ്യത്തെ സിനിമയാണ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. Thank you so much. എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. പിന്നെ അതിൽ ഏതോ ഒരു വേഷത്തിന് ബാക്കിയുള്ള കാസ്റ്റിംഗ് ഒന്നും ആയിട്ടില്ല. താങ്ക് യു. അപ്പൊ ഇനി കുറച്ച് സമയം നമുക്ക് വിശ്രമിക്കാം അവിടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചേച്ചി ചേച്ചി എത്ര നാളായിട്ടാ നിന്നെ കണ്ടിട്ട്? അച്ഛനും അമ്മയൊക്കെ എന്ത് പറയുന്നത്? അച്ഛനും എല്ലാവരും അമ്മയൊക്കെ- സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രമണി ചേച്ചിയുടെ ആട് രമണി പ്രസവിച്ചു. ചേച്ചിയുടെ പിന്നെ സൂചിച്ചയുടെ ശബരിമലയ്ക്ക് പോയോ? ഷോ എനിക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിയാഞ്ഞിട്ട് നിർത്ത്. ചേച്ചി എന്താ ഇവിടുത്തെ അയൽക്കൂട്ടത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് പോലെയാണോ? പ്രസിഡന്റ് നിനക്ക് എങ്ങനെ മനസ്സിലായി? അല്ല, ഈ വളവളാന്ന് സംസാരിച്ചപ്പോ എനിക്ക് തോന്നി എന്തോ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. അതെ, ആ. എന്തൊക്കെയുണ്ട് എന്റെ വിശേഷം? പിന്നെ നല്ല വിശേഷം. അതെ, നിന്റെ കല്യാണക്കാരിയൊക്കെ എവിടെ വരെയായി? പിന്നെ കല്യാണം പെണ്ണ് കാണും പോരും. എന്തായാലും ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് അച്ഛൻ പറഞ്ഞേക്കണം. പിന്നെ നിനക്ക് ജോലി കിട്ടിയിട്ട് വേണ്ടേ നമ്മുടെ കുടുംബം കഴിയാൻ? അതല്ല, എടാ, അച്ഛനും അമ്മയും പ്രായമായവരല്ലേ, അതെ. അവരെയൊക്കെ നോക്കാൻ വീട്ടിൽ ഒരു പെണ്ണ് വേണം. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം. ജോലി കിട്ടിയിട്ടേ കെട്ടിക്കോളെന്ന് അച്ഛൻ പറയുമ്പോ ഞാൻ അങ്ങനെ കേട്ടാണ്. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. ഓ എടാ, നീ ഒരുത്തിനും വിളിച്ചോണ്ട് വാ. വിളിച്ചോണ്ട് വന്നാ വീട്ടിലച്ഛൻ കയറ്റുവാ? അവിടെ കയറ്റണ്ട, ഇവിടെ കയറ്റൂലേ? ഞാനില്ലേ ഇവിടെ പിന്നെ അവസാനം വാക്ക് മാറും. വിളിച്ചോണ്ടൊക്കെ വന്നു കഴിയുമ്പോ വേറെ ഞാനൊരു വാക്കൊന്നും മാറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെ താമസിക്കാം. അളിയെ സമ്മതിക്കുവോ? ഓ, ആളിയനോട് പോയി പണി നോക്കാൻ പറ. എല്ലാം ഞാൻ ഏറ്റടാ, നീ വിളിച്ചോണ്ട് വാ. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാ. ദേവി ആ, നിനക്ക് എന്റെ പേരും അറിയാ? പേരല്ല, ഞാൻ എന്റെ പെണ്ണിനെ വിളിച്ച. പെണ്ണാ? ആ, ഏത് പെണ്ണ്? ദേവി. എനിക്കിനി ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. രണ്ടുപേരും കൂടെ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോണം. അത് ശരി, ഇപ്പൊ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ആര് പറഞ്ഞു? നീ പറഞ്ഞില്ലേ? എപ്പോ? ഇപ്പൊ എപ്പോ? വിളിച്ചോണ്ട് വന്നാ കേട്ടാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഈ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് കേൾപ്പിച്ചോളാം. അളിയൻ വരും. ബാബാ, നീ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചോ. ആ, ചെയ്തു വെച്ചു. എനിക്കിനി ഒന്നും അറിയേണ്ട കാര്യമില്ല. അളിയൻ വന്നേക്കും രണ്ടും കൂടെ ഇവിടുത്തെ പെട്ടി കിടക്കാൻ ഇറങ്ങിക്കോണം. ഇല്ല, ഞങ്ങൾ ഇറങ്ങില്ല. ഞങ്ങളിവിടെ താമസിക്കാൻ വേണ്ടി. ചേച്ചിയുടെ കാലം അനുഗ്രഹം. ഞാനാടി നീ? ചേച്ചി. ദേവി. ഓ, ദേവി. അവള് ദേവിയല്ല, മൂദേവിയാ. ഞാൻ ചേട്ടനോട് പോന്നതാ. എടി, ആരെങ്കിലും വിളിക്കണ പുറകെ ഇറങ്ങി പോരാ. നീ ആരാ? അത് പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞ ആരായാലും പോരില്ലേ? ഓ, പ്രേമിക്കുമ്പോ എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ പറയണേ, പൊന്നു പോലെ നോക്കാന്ന്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കണ്ടുമുട്ടിയത്? അത് ഇന്ന് രാവിലെ ഇന്ന് രാവിലെയാ? എവിടെ വെച്ച്? അമ്പലത്തിൽ വെച്ച്. അമ്പലത്തിൽ വെച്ച്. അപ്പൊ ചേച്ചിയല്ലേ പറഞ്ഞു അമ്പലത്തിൽ ദേവി വിളിച്ചാ വെളിപ്പുറത്താണെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ദേവിനെ നോക്കിയിട്ട്, ദൈവമേ എന്റെ കല്യാണം ഒന്ന് പെട്ടെന്ന് നടത്താൻ ഒരു വഴി തന്നെ, എന്റെ ദേവി എന്ന് വിളിക്കാനും ഇവിടെ നിൽക്കണം. അങ്ങനെ കിട്ടിയ ദേവിയാണ്. എന്നാൽ ഈ ഉദവിയാണോടാ നിനക്ക് കിട്ടിയത്? എടി, ഏതെങ്കിലും ആണുങ്ങൾ കൈയും കാലും പൊക്കി കാണിക്കുമ്പോ നീ എന്തിനാ കൂടെ ഇറങ്ങി പോണത്? ഇവനാണെങ്കിൽ ഒരു ജോലി കൂലി ഒന്നുമില്ല. അളിയൻ പണിക്ക് പോകണ്ടല്ലോ. എനിക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. അളിയൻ പണിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയിട്ടാ. നിങ്ങൾ രണ്ടുപേരും അളിയൻ വന്നേക്ക് മുന്നേ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോണേ. എനിക്ക് അത്രേ പറയാനുള്ളൂ. അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഒരു താമസിക്കണം. എക്സ്ക്യൂസും ഇല്ല. എന്റെ വിനയ, നീ ഇപ്പൊ തന്നെ ഇറങ്ങി ഇവിടെ കൂട്ടിയിട്ട് പൊക്ക. ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? നീ എന്റെ ജീവിതം കുട്ടിച്ചറാക്കോ? ഇറങ്ങണ വെളിയിലേക്ക്. ഹലോ, അളിയനാണെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കൊണ്ട് മുകളിലത്തെ റൂമിലേക്ക് പോവടെ. ആളിയൻ അങ്ങനെ വരണം. എന്തായാലും പറഞ്ഞ് റെഡിയാക്കണം. ഓടി വാ. ഹലോ ആരാ? എടാ ജോസേ, നീ എന്താ ഇവിടെ? നീ എന്താ നോക്കണേ? ഒന്നുമില്ല. ഒന്നുമില്ലേ? അല്ല, ഞാനിവിടെ എന്റെ വീടിന്റെ വരാന്തിൽ ഇരിക്കുന്നു. ആ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. നല്ല വിശേഷങ്ങളല്ലേ? ആ, നല്ല വിശേഷം. നീ എന്താ ഇവിടെ? അത് പറ. അല്ല, ഞാനേ ഇവിടുത്തെ കാര്യമൊക്കെ അന്വേഷിക്കണല്ലോ. ഞാൻ ഒരു നല്ല ആൾക്കാരനാണല്ലോ. അയൽവക്കത്തെ കാര്യമൊക്കെ അന്വേഷിക്കണമല്ലോ. ഓ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഇവിടെ എന്റെ ഹസ്ബൻഡ് ഉണ്ട്. നീ നിന്റെ വീട്ടിലെ കാര്യം അന്വേഷിക്കണം. അല്ല, ഇവിടുത്തെ കാര്യം അന്വേഷിച്ചില്ലെങ്കിലേ ആ. ഇവിടെ ഒരു പെണ്ണുണ്ട്. പെണ്ണുണ്ട്. ദേ ഞാൻ നിങ്ങളല്ല, വേറൊരു പെണ്ണിനെ ഞാൻ കണ്ട്. ഒരു പിങ്ക് ചുരിദാറിട്ട പെണ്ണിനെ കൂടി കയറിപ്പോയി. വേറെ ഒരു പെണ്ണുമില്ല ഇവിടെ. ഞാനും എന്റെ അനിയൻ വിനയനും മാത്രമേ ഉള്ളൂ. വിനയനെ വിളിക്കണോ? ഞാൻ കണ്ട വിളിക്കും. വിനയാ, ഓ, ഇതാണ് എന്റെ അനിയൻ വിനയൻ. എന്താ? അനിയൻ വിനയൻ. അതെ. അനിയനാണ് വിനയൻ. അതെ. ചുരിദാർ ഇടുവോ? ഞാനോ? ആ, ഞാൻ ചുരിദാർ ഇട്ട് ചിലപ്പോ താറ് വാച്ച് കുത്തും. എനിക്കത് വേണം. താനാരാ? ഇതൊക്കെ ചോദിക്കാം. പക്ഷേ, ഒരു പിങ്ക് ചുരിദാറിട്ട പെണ്ണിനെ കൂടി കയറിപ്പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് കണ്ടതാ. ഈ കോളിൽ അങ്ങനെ നടക്കുന്നില്ല. പിങ്ക് ചുരിദാറിട്ട പെണ്ണെ ഞാൻ കണ്ടതാണ്. ഇവിടെ ഉറപ്പാണ്. അങ്ങനെ ഒരു പെണ്ണേ ഇല്ല. ഇല്ലേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ. നീ വീട്ടിൽ പോ ജോസേ. ഞാൻ കണ്ടുപിടിക്കുവേ. ആ, എന്നാ നീ കണ്ടുപിടിക്ക. എവിടെ പോണെന്ന്? നീ വീട്ടിൽ പോ ജോസേ. കണ്ടുപിടിച്ചോളാം. ആ, കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിച്ചോളാം. പിടിച്ചോളാം. ഓ, ഇത് ഏതാണ്? ഇതുപോലെ പ്രാന്തനമല്ലോ ആണ്. എന്റെ വിനയ, അത് അപ്പുറത്തെ വീട്ടിലെ ജോസാ. പുള്ളിയുടെ മകളെ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അത് കണ്ടുപിടിക്കാൻ വന്ന പോലീസുകാരന്റെ കൂടെ പുള്ളിയുടെ ഭാര്യ ഇറങ്ങി. ആദ്യം പിന്നെ ഈ പരിസരത്ത് ഏത് പെമ്പിള്ളേര് പോയാലും പുള്ളിക്ക് സംശയം. നീ വാചകം ഒന്നും അടിച്ചിരിക്കണ്ട. ആ പെണ്ണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ചേച്ചി ഞാൻ വിളിച്ചോണ്ട് വന്നത്. ഇനിയിപ്പോ ഇറങ്ങിപ്പോകുന്നു. അവനായിരിക്കും. ഞാൻ റെഡിയാക്കി തരാം.
റെഡിയാക്കി തരാം, ഞാൻ റെഡിയാക്കി തരാം. ജോസിന്റെ ഒരു എടാ ജോസേ, നിന്നെ ഞാൻ ശരിയാക്കും. ജോസല്ല, വീട് മാറിപ്പോയി വീട് മാറില്ല. ഞാനാണ്, അളിയനാ ഞാനായിരുന്നു. നീ പോന്നടാ ഞാൻ രാവിലെ വന്നു, ഇത്തിരി മുമ്പ്. എന്തായി നിന്റെ കല്യാണ കാര്യങ്ങളൊക്കെ ജോലിക്കാരൊക്കെ എന്തായി? ഒന്നും ആയില്ല. ഇങ്ങനെ ഒന്നും ആവാതെ നീ ഇങ്ങനെ ഉണ്ടുപറക്കി നടന്നോ? ഇതാ നിന്റെ എടാ നിന്നോട് ഞാൻ SSLC ഒന്ന് എഴുതി പാസ്സാവാൻ പറഞ്ഞിട്ട് നീ ചെയ്തത്. അക്ഷരം പഠിച്ചോണ്ടിരിക്കുക. അക്ഷരം പഠിച്ചു, ഇപ്പോഴും അക്ഷരം വയസ്സ് 10-45. എന്റെ ചേട്ടാ, ഇവൻ പഠിച്ച് പണിയെടുത്തിട്ട് വേണം നമ്മുടെ കുടുംബം കഴിയാൻ. അതെ, എടി അങ്ങനെയല്ല, എന്നാലും ഒരു ആണുങ്ങളായാലും അവർക്ക് അല്പം വിദ്യാഭ്യാസവും ഒരു ജോലിയൊക്കെ വേണം. എന്നാലും ഇവനൊരു വിവാഹം കഴിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. വിവാഹമൊക്കെ അതെ 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 അതെ. വിവാഹം ഇപ്പൊ വല്ല പ്ലാൻ ചെയ്യുന്നു. ചേട്ടൻ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? എടി നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് രാമേന്ദ്രൻ നായരുടെ മോളായിട്ട് ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞു ഉറപ്പിച്ചു വെച്ചേക്കാണ്. നിസ്സാരമല്ല, 10 ലക്ഷം രൂപ ഒരു മാരുതി കാറുമാണ് അയാൾ സ്ത്രീധനായിട്ട് പറഞ്ഞു ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇവൻ ചൊവ്വാകൂല്ലോ. ആരെങ്കിലും കൊണ്ടുപോകും മിക്കവാറും. അത് കൊണ്ടുപോകും, ഇങ്ങനെ പോയാൽ അത് കൊണ്ടുപോകും ആരെങ്കിലും. പക്ഷെ എന്തൊരു എന്റെ കഷ്ടമാണ്. പൊന്നു ചേട്ടാ, ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്, ആരെയും കിട്ടിയില്ലെങ്കിൽ നീ ഒരുത്തിനെങ്കിൽ വിളിച്ചോണ്ട് പോരാൻ. വിളിച്ചോണ്ട് വരാനാ? നിനക്കെങ്ങനെ എന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിച്ചടി? നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് നീ ഓർത്തോ? നോക്കട്ടെ, പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? അങ്ങനെ വിളിച്ചോണ്ട് വന്നാൽ നീ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താണ്, നീയും ഈ കുടുംബത്തിൽ നിന്ന് പുറത്താണ്. ഞാൻ എന്ത് ചെയ്തിട്ടാ? രണ്ടിനെ കൊല്ലം ഞാൻ വിളിച്ചോണ്ടൊന്നും വിളിച്ചോണ്ട് വരാത്രേ. അതും വഴിയെ കിടക്കണ പെമ്പിള്ളേരെയൊക്കെ വിളിച്ച് കേട് കയറ്റാത്രേ. നടക്കൂല. ഇല്ല. എന്റെ നിനക്കറിയില്ല. ഞാൻ പോയി മോളിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. മുകളിലെ ടാപ്പ് കംപ്ലൈന്റ് കംപ്ലൈന്റ് ചേട്ടാ, താഴത്തെ ബാത്റൂമിൽ കുളിച്ചോ? കംപ്ലൈന്റ് ആണെന്ന് കരുതി എന്നെ പേടിപ്പിച്ചെന്തിനാണ്? അല്ല, പെട്ടെന്ന് മുകളിലേക്ക് പോകുന്നത് കണ്ടപ്പോ ഞങ്ങൾ വെറുതെ ഞെട്ടിപ്പോയി. ബുദ്ധിമുട്ടുണ്ടല്ലാന്ന് കരുതി അങ്ങനെ രണ്ടാറ്റാക്ക് കഴിഞ്ഞിരിക്കണ ആളാണ് ഞാൻ. ഒരു കുഴപ്പമില്ല, ഞാൻ അവിടെ പോയി കുളിച്ചോളാം. അത്രയല്ലേ ഉള്ളൂ. ശരി, നീ വല്ലതും കഴിച്ചാടാ? ഞാൻ ഒരു കല്യാണം കഴിച്ചു. കല്യാണം വീട്ടിൽ നിന്ന് ഇഡ്ഡലി കഴിച്ചു. കല്യാണം വീട്ടിൽ നിന്ന് ഇഡ്ഡലി കഴിച്ചു. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. അത് മതി. ഓക്കെ. താഴെ പൊന്നേ മതി. ദേ, ഇപ്പൊ തന്നെ പെണ്ണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. നീ പറഞ്ഞിട്ടില്ലേ ഞാൻ വിളിച്ചോളൂ? ഞാനൊന്നും എടാ, എടുക്കുന്നില്ല. ഞാനൊരു പോയി വാക്ക് പറഞ്ഞു പോയതല്ലേ, നീ എന്തെങ്കിലും ശിക്ഷിക്കണോന്നില്ല. ഞാൻ നിന്റെ പെങ്ങളല്ലേടാ. ദൈവമേ, ഇനി എന്ത് ചെയ്യും? ഒരു ഫയൽ എടുക്കാൻ വിട്ടു മോളി. അളിയനെന്തിനാ മുകളിലോട്ട് പോണത്? എന്തൊരു ഫയൽ എടുക്കാൻ? എനിക്ക് പണി വല്ലതുകൊണ്ടാ. അളിയന്റെ ഫയൽ എടുക്കാനായിട്ട് ഞാനിവിടെ നിൽക്കാം. എന്താ പോയി, നീ പോയി എടുത്തിട്ടോ. ഞാൻ എടുത്തിട്ട് വരാം. എടീ, പോയിക്കോ. നീ പോയി എനിക്കൊരു ചായ എടുത്തിട്ടോ. വേണം. ഒരു ഇമെയിൽ അയച്ചിട്ട് വേണം മറ്റേ കാര്യം നോക്കാൻ. ഓ, ഇതാരാ ഈ നേരത്ത് വിളിക്കണത്? ഹലോ ഹലോ ഹലോ, മിസ്റ്റർ ചക്രപാണി. അതെ ചക്രപാണിയാണല്ലോ. എടാ ചക്ര ആരാണ്? എടാ നിന്നോട് 5 വർഷം കോളേജിൽ പഠിച്ചില്ലേ സുധാംശു? ഓ സുധാംശു, ആ നീ ഇത് എവിടെയാണാ? നിന്നെ കണ്ടിട്ട് എത്ര കാലമായടാ. അതെ. എടാ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് വരുമ്പോ നീ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരാനായിട്ട്. എടാ വൈറ്റിലെ ഹബിന്റെ തൊട്ടടുത്താണ് എന്റെ വീട്. ആണാ? ആ എടാ ഞാനേ ആ. ഞാൻ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നേണ്. ആണോ? അപ്പൊ താമസിന് തിരിച്ചു പോകാൻ വീട്ടിലേക്ക് ബസ്സില്ല. അയ്യോടാ. ആ അപ്പൊ ഒരു പണി, ഒരു എവിടെയെങ്കിലും തൊട്ടടുത്ത ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ട് താമസിച്ചിട്ട് രാവിലെ പോയാൽ മതി. എടാ ഞാൻ വൈറ്റിലെ ഹബിലാണ് നിക്കണേ. ആണോ? ഇപ്പൊ നിന്റെ വീട് അടുത്തല്ലേ, എനിക്ക് അങ്ങോട്ട് വരാല്ല. ഞാൻ താവന്നെ അല്ല ഇങ്ങോട്ട് വരാ. ഇപ്പൊ വരാ. വേറെ വേറെ എഴുതേ. ഓ, അതെ. എന്ത് ചേട്ടാ? എടി എന്റെ ഒരു സുഹൃത്തേ ആ. കോളേജിൽ എന്റെ ഒപ്പം 5 വർഷം പഠിച്ചിരുന്നാണ് സുധാംശു. എന്താ സുധാംശു ആ. അവനെന്തോ ഇന്റർവ്യൂവിന് വന്നതാ, ബസ് കിട്ടിയിട്ടില്ല. അപ്പൊ അവന് ഇവിടെ വരും. അപ്പൊ രാത്രി ഫുഡ് കൊടുക്കണം, രാവിലെ അവൻ പോവുള്ളൂ കേട്ടാ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ റെഡി ആയിക്കോ. അളിയ ഫയല് കിട്ടിയില്ല അളിയാ. ഫയൽ കിട്ടിയില്ല. ഞാൻ അങ്ങോട്ട് വരാം. കിട്ടി. ആ കിട്ടി. ഹലോ ഹലോ ആ വാ കേറി വാ. ചക്രവാണി. സുധാംശു, എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. നീ കറുത്ത് പിടച്ച് കരിക്കുരങ്ങിന്റെ പോലായി പോയതാ. മീശേ പണ്ട് മീശ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഈ മീശ വെച്ചോണ്ടൊക്കെ അങ്ങനെയൊക്കെ. മീശ ഉണ്ട് അവിടെ. ഒന്ന് എഴുതി വെക്കാറുന്നില്ലേ മീശ എന്ന് പറഞ്ഞ ഒരു പേപ്പർ ഒട്ടിക്കാറില്ല. എന്താ നീ അതിന്റെ വിശേഷങ്ങള്? സുഖല്ലടാ? വരണ്ടായിരുന്നു. എന്താടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ലളിതേ, ലളിതേ, വാ. ഇതാണ് എന്റെ ഫ്രണ്ട്. നമസ്കാരം മകളെ. സുധാംശു. ഇതെന്റെ വൈഫ്. ഇത് ഇവളുടെ ആങ്ങള. ആ ഹലോ, എന്ത് ചെയ്യുന്നു? ഞാനങ്ങനെ ഒരു ഒരു മണിയിലാണ് തെണ്ടി തിരിച്ചു നടക്കുക. പിന്നെ
സുധാംശുവിനെ കുറിച്ച് പറയുമ്പോ ഒത്തിരി കാര്യങ്ങൾ അയ്യോ അളിയ വേണ്ട ഞാൻ പറയൂ കേൾക്കണം ഇവൻ ഇങ്ങനെ ഇരിക്കുന്നൊന്നും നോക്കണ്ട കോളേജിലെ ഹീറോ ആയിരുന്നു കവിതയൊല്ലും പാട്ടുകൾ പാടും മതി പറയട്ടെ പെണ്ണുങ്ങൾക്കിടയിലെ ഹീറോ ആയിരുന്നു ഇവനറിയാമോ ഓടക്കുഴൽ വായിക്കും ഇവനെ ശ്രീകൃഷ്ണൻ എന്നാണ് സ്ത്രീകൾ വിളിച്ചിരുന്നത് എപ്പോഴും ഗോപിമാരായിട്ട് കുറെ പെണ്ണുങ്ങൾ പറയുണ്ടാവും ഇക്കണക്ക് സൂചിപ്പിക്കല്ലേ കേട്ടോ പക്ഷെ എന്നെ പോലല്ല ഇവ ലോക കൂതറേ അലവലാതിയായിരുന്നു കോളേജിൽ എന്തോര ലൈനുണ്ടായിരുന്നു വെറുതെ തലക്ക കോളേജിൽ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു സിനിമ കാണാൻ പോയപ്പോഴേ എന്തിനാ പറയണേ നമുക്ക് ചായ കുടിക്കാം വാ. ചായ കുടിക്കാൻ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാൻ എന്ത് എന്നിട്ടേ ഞങ്ങളൊരു സിനിമ കാണാനായിട്ട് അകത്തോട്ട് ചെന്നപ്പോ മഞ്ജു അഞ്ജു എന്ന് പറഞ്ഞ 2 പെണ്ണുകളുടെ തടുക്കരുത് സിനിമ ആര്? ദിവൻ എടാ മഞ്ജു തിയേറ്ററിൽ ഞങ്ങൾ പണ്ട് സിനിമക്ക് പോയ കേസാണ് ഈ പറഞ്ഞത് പിന്നെ അപ്പൊ ക്ലാസ് റൂമിൽ വെച്ച് നിന്നെയും ലീനയും കൂടെ പൂട്ടിയിട്ടതാ എടി അത് വേറൊന്നുമല്ലട്ടാ ഒരു ദിവസം ക്ലാസ് റൂമിൽ ചെന്നപ്പോ ലീനയുടെ പേന പോയി ലീന പേന തപ്പി നടക്കണ് അപ്പൊ ഞാനും ആ പേന തപ്പാൻ കൂടി അപ്പൊ ഏതോ ഒരു അലവലാതി ആ ഡോറ് പൂട്ടിക്കളഞ്ഞു എന്നെ അവളെയും കൂടി പിടിച്ച് ആവശ്യമില്ലാത്ത കേസ് നിസാര കേസാണ് ഇതൊക്കെ നിസാരമൊന്നുമല്ല ഇവനെ പിന്നെ കോളേജിൽ ഗർഭക്കാരനെന്നാ വിളിക്കുന്നത് അങ്ങനെ കണ്ടൊക്കെ ചെറുപ്പക്കാരൻ നീ ആവശ്യമില്ല വാ നമുക്ക് വേറെ കേട്ടാ മലമ്പുഴയില് പിക്നിക്കിന് പോയേ പണ്ട് പിക്നിക്കിനൊക്കെ പോയിട്ടുണ്ട് ആ പണ്ട് ഞങ്ങള് പിക്നിക്കിനാ പോയത് നീ എന്തോ ടെക്നിക്കിന് വേണ്ടിയിട്ടാ വന്നെന്നോ എടാ അങ്ങനെ ഒന്നും ഇല്ലടാ അതേ അവിടെ ചെന്നപ്പം ഇവനും അപ്പൊ അനിത ഞങ്ങളെല്ലാരും ബസ്സിൽ ഇങ്ങ് പോന്നു ഇവരെ 2 പേരും വന്നില്ല 3 ദിവസം കഴിഞ്ഞിട്ടാ നാട്ടിൽ വന്നത് അനിതക്ക് ഡാം കണ്ടോന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ പോയതാ ഞാൻ 3 ദിവസം 3 ഡാം കാണിച്ചു നീ കൊറേ കാര്യങ്ങൾ വേണ്ട ഒന്നും വേണ്ട നമുക്ക് നീ ആദ്യം പോയി കുളിച്ച് ഫ്രഷ് ആവും ആ മേളത്തെ റൂം നീ യൂസ് ചെയ്തോ വിട്ടോ അല്ല ഞാൻ പറയാട്ടെ ഇനി കൊറേ നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വൈഫിന്റെ അടുത്ത് ഒരു പണി നടക്കില്ല എടാ മേളത്തെ റൂമിലേക്ക് പോകണ്ടെന്ന് പറയായിരുന്നു അല്ലാതെ ഏതെങ്കിലും റൂം കാണിച്ചു കൊടുക്കും മേലത്തെ റൂമിൽ എന്താ അവിടെ ടാപ്പ് കംപ്ലൈന്റ് ആയിരിക്കും വാ. എനിക്ക് അത് കുഴപ്പമില്ല ഞാൻ കുളിക്കാറില്ല അങ്ങനെ പ്രശ്നമില്ല ഞാൻ കണ്ടിട്ട് കുളിച്ചോളാം വന്നാല് അതെ ഞാൻ പറയാം. വാ. വെറുതെ ദേ മിണ്ടി പോകരുതേട്ടാ. അവന് ഏതൊക്കെ പെമ്പിള്ളേരുണ്ട് നിങ്ങളുടെ ലിസ്റ്റില്? മഞ്ജു സിന്ധു അയ്യോ ഇല്ല എനിക്ക് അപ്പഴേ അറിയാമായിരുന്നു എന്റെ ജീവിതം നശിച്ചെന്ന്. നിങ്ങളുടെ ഒറ്റടുത്ത് എന്റെ കൂടെ കൂടി. എനിക്ക് വയ്യ ഇനി നിങ്ങളെ. നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്. എനിക്ക് വയ്യ, മടുത്തു. ഞാൻ കൊളാ സാറില്ല സൂപ്പിടാൻ വഴിയുണ്ട് ലളിതേ എനിക്ക് ചായ കിട്ടിയില്ല ഇതവരെ എനിക്ക് എന്റെ കുടുംബം തകർത്തല്ല സുധാംശു ഒന്ന് ലളിതേ ഞാനൊന്നും പറയണ കേൾക്കില്ല ലളിതേ ഏട്ടാ, നിങ്ങൾ ഒന്നും പറയണ്ട മനുഷ്യ. എന്ത് കഷ്ടമാണ്. ആ ജോസാ ജോസ് എന്താ ജോസേ ചുമ്മാ വന്നതാ ചുമ്മാ ഈ പാതിരക്ക് കയറി വരുന്ന കാര്യം എന്താണ് അല്ല ഞാൻ നിങ്ങളുടെ അയലോക്കാരനാണല്ലോ ആണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കണമല്ലോ എന്റെ വീട്ടിലെ കാര്യം ഞാൻ അന്വേഷിക്കാൻ ഇവിടെ ഞാനുണ്ട് അത് ഇയാൾ അന്വേഷിക്കുന്ന കാര്യം എന്താണ് എന്നാലും അങ്ങനെയല്ല എന്ത് ഇവിടെ ഒരു പെണ്ണുണ്ട് ഒരു പെണ്ണുണ്ട് എന്റെ വൈഫ് അതല്ലാതെ വേറൊരു പെണ്ണുണ്ട് ഒരു പിങ്ക് ചുരിദാറിട്ടൊരു പെണ്ണ് പിങ്ക് ചുരിദാർ ഒരു പെണ്ണുണ്ട് ഞാൻ എന്റെ വീടിന്റെ വരാന്തിരിക്കുമ്പോ ഇങ്ങോട്ടൊരു പിങ്ക് ചുരിദാറിട്ടൊരു പെണ്ണ് കയറി പോണ ഞാൻ കണ്ടതാണ് അങ്ങനെ വരാൻ വഴിയില്ല ജോസേ അങ്ങനെ വരാൻ വഴിയുണ്ട് ഈ കോളനിയിൽ കൂടി ഏത് പെണ്ണ് എവിടെയൊക്കെ പോണെന്ന് ഈ ജോസിന്റെ കണ്ണുകളിലൂടെ പോകാൻ പറ്റുള്ളൂ അത് നോക്കിയിരുന്നിട്ടാണ് സ്വന്തം ഭാര്യയും മോളും വേറൊരുത്തന്റെ കൂടെ പോയത് നീ നിന്റെ കാര്യം നോക്കണേ. അത് പറയണ്ട. പക്ഷെ ഈ വീട്ടിലൊരു പിങ്ക് ചുരിദാറിട്ട പെണ്ണുണ്ട് ഉണ്ടായിക്കോട്ടെ ഞാൻ കണ്ടുപിടിക്കും നീ നിന്റെ കാര്യം നോക്കി പോകുന്നേ ഞാൻ കണ്ടുപിടിക്കും ജോസേ എന്റെ സ്വഭാവം മാറ്റരുത് കണ്ടുപിടിച്ചോളാം വിളിച്ചാടാ ഊണ് കഴിക്കാം മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളിയുടെ എന്ത് നീ എന്തേ പറയണത് സ്വന്തം ഭാര്യ വീട്ടിൽ ഉള്ളപ്പോ ഏതാടാ സെറ്റപ്പ് മേളിലെ സെറ്റപ്പ് ഏത് സെറ്റപ്പ് മേളിൽ സ്വന്തം ഭാര്യ താഴെ താമസിപ്പിച്ചിട്ട് മേളിലത്തെ മുറിയിലുള്ള ഒരു കിളി നീ എന്തേ പറയണത് ഒന്ന് തെളിച്ച് പറ മേളിലേതാണ് ഒരു പെണ്ണ് അതെന്റെ വൈഫായിരിക്കുള്ളൂ നീ വൈഫ് തോന്നിക്കണു തോണ്ട കാണാൻ അടുക്കളയിൽ എടാ ഇവിടെ ഞാനും എന്റെ വൈഫ് ഇപ്പൊ എന്റെ അളിയനുണ്ട് നീയുണ്ട് അത്രയും പേരുള്ളൂ വേറെ ആരും ഇല്ല ഇവിടെ വേറെ ആരും ഇല്ല ഞാൻ തെളിച്ചേർട്ടാ ഞാൻ തെളിച്ചേരാ പെണ്ണ് ഇവിടെ നീ തെളിയിക്കണം നീ കുടുംബം ഞാൻ എന്റെ അടുത്താ കളി പെണ്ണുണ്ട് അത് നമ്മുടെ അടുത്ത് ഇവിടെ എന്തോ ഒരു പ്രശ്നം.
എന്ത് പ്രശ്നം? ഒച്ചപ്പാടും ബഹളമൊക്കെ ഏ? ഒച്ചപ്പാടും ബഹളം. അല്ല, അപ്പുറത്തെ വീട്ടിലെ ജോസ് വന്നിട്ട് ചോദിക്കണേ, ഇവിടെ ഏതാ പിങ്ക് കളർ ചുരിദാർ ഇട്ട പെണ്ണെന്ന്. ഞാൻ പറഞ്ഞേ അങ്ങനെ ഒരു പെണ്ണില്ലെന്ന്. അതെ അങ്ങനെ ഒരു പെണ്ണേ ഇല്ല. വെറുതെ ചുമ്മാ. അയ്യോ, മറ്റേ വഴക്ക് മാറിയല്ല. അതൊന്നും ഞാൻ മാറിയിട്ടില്ല, മറന്നിട്ടുമില്ല. വെറുതെ നീ എന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കി. ആ കാര്യം പറയണ്ട, വീണ്ടും എന്റെ സ്വഭാവം മാറ്റരുത്. എന്താടി ഇങ്ങനെയൊക്കെ തുടങ്ങണത്? പിന്നെ ഞാൻ എങ്ങനെ തുടങ്ങണം? കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെ അറിയില്ല. തിരിഞ്ഞുമാറി നോക്കണ്ട, ഡൈവേഴ്സ് ചെയ്തോ. ലളിതേ, ഒരു പെണ്ണ് ശരിയാണല്ലോ, ഒരു പെണ്ണ്. നിങ്ങളുടെ ലിസ്റ്റിലുള്ള പെണ്ണായിരിക്കുമല്ലോ ഇത്. പെങ്ങളറിയാതെ മേലിൽ കൊണ്ട് താമസിപ്പിച്ചിരുന്നേ. നീ പോണോർത്ത് ഞാൻ ആദ്യമായിട്ട് കണ്ടാണ് ഈ പെണ്ണിനെ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അളിയാ മോശമായി പോയി അളിയാ. അളിയൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുക്കായിരുന്നില്ല. എന്താണ് ഈ പറയുന്നത്? ഞാൻ മനസ്സാക്ഷിയില്ലാത്ത വർത്തമാനം. പെങ്ങളെ കുറിച്ച് അളിയൻ ഓർത്താളിയാ. ഞാൻ പണ്ട് പല വൃത്തിയോടും കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ചാനലുകാർ വരുമ്പോ എന്ത് സമാധാനം പറയും? അയ്യോ, 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 എന്റെ കെട്ടിയോൻ കഴിഞ്ഞു പോയേ. ഞാനിനി എന്ത് ചെയ്യും? എവിടെ വിട്? പെട്ടിയും ഒക്കെ അടുത്തോ, ഞാനും നിന്റെ കൂടെ വീട്ടിലേക്ക് വരുവാ. അതെ അതെ, തുടരുത്. ഞാൻ ഒരു സുഹൃത്തല്ലേ, ഞാൻ സംസാരിച്ച് ക്ലിയർ ചെയ്യാം. അതായത് പെങ്ങളെ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും പറ്റിപ്പോയി, രണ്ടുപേരെ വീടല്ലേ, മേലിലും താഴേക്കായിട്ട് രണ്ടുപേരെ അഡ്ജസ്റ്റ് ചെയ്യും. കുഴപ്പമുണ്ടോ അടി? അപ്പൊ ഇതാണല്ലേ മച്ചാൻ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അളിയ നിർത്ത്. എന്തായാലും അളിയൻ ഈ പെണ്ണെ കൊണ്ടുവന്നു, അളിയൻ തന്നെ കെട്ടാം. അതല്ല ഞാൻ കേട്ടാ, പക്ഷെ അവള് സമ്മതിക്കണ്ടേ? അങ്ങനെയല്ലേ ഓ, ഇനി അതിന്റെ ഇവിടെ ഒരു കുറവേ ഉള്ളൂ. അതല്ല പറഞ്ഞത്. അളിയൻ കൊണ്ടുവന്നില്ലേ, പെങ്ങള് വഴക്കൊന്നും പറയരുത്. ഈ അളിയൻ കെട്ടാം. അല്ല പിന്നെ എന്റെ പെങ്ങളെ ഭാവി എനിക്ക് നോക്കണ്ടേ? നാട്ടുകാരുടെ മുമ്പിൽ അളിയനെ നാണക്കെടുത്തിയാൽ ശരിയാവൂല. അറിയാ, പരമാറി എന്തേ? സ്വന്തം അളിയന്റെ സെറ്റപ്പിനെ നീ കല്യാണം കഴിക്കുന്നത് എങ്ങനെ മനസ്സ് വരുന്നതാ? നീ ഒന്നും മിണ്ടാതെടാ. അളിയനൊക്കെ വന്ന്. എന്താ അളിയ? അളിയൻ കെട്ടാൻ തയ്യാറാണ്. തയ്യാറാണ്. കളിയാ എന്റെ കൺകണ്ട ദൈവമാണ്. വളരെ മോശമാണത്. ഒരു കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അച്ഛനോട് അമ്മയുടെ അനുവാദമൊക്കെ മേടിച്ച് ഒരു മുഹൂർത്തം നോക്കി നമുക്ക് ഈ കല്യാണം അങ്ങനെ ഒരു മുഹൂർത്തവും വേണ്ട. ഇപ്പ എന്റെ മനസ്സ് പറയാലോ. ഇപ്പൊ കെട്ടറ, ഇപ്പൊ കെട്ടറ. എന്റെ മുമ്പിൽ വെച്ച് ഞാനാണ് സാക്ഷി. ഒരു ചമ്മല പോലെ. എന്റെ ഒരു ആഗ്രഹമല്ലേടാ വായിച്ചു കൊടുക്കാൻ. അച്ഛന്റെ സ്ഥാനത്തുണ്ട്, വേറെ ആരായിട്ട് കാണരുത് കേട്ടാ. പാവണ് എങ്ങനെടാ പിന്നെ അങ്ങനെ പറയാൻ തോന്നുന്നു? അച്ഛന്റെ സ്ഥാനത്തുണ്ട്. ആ കൈ ഇങ്ങനെ പിടിച്ചേ. ഒരു ഓക്കേ. ഇവിടെ ഒരു പെണ്ണുണ്ട്. രണ്ടു പെണ്ണുണ്ട് ഇവിടെ. ആ, ഈ പെണ്ണ് തന്നെ, ഈ പെണ്ണ് തന്നെയാണ് ഞാൻ കണ്ടത്. ഈ പെണ്ണ് ഏതാണ്? ഈ പെണ്ണ് ഇവന്റെ ഭാര്യ. ഇപ്പ മുമ്പല്ലായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് കയറി വന്ന പിങ്ക് ചുരുവാട്ട പെണ്ണ് ഇവന്റെ ഭാര്യയാണ്, അളിയന്റെ ഭാര്യയാണ്. അപ്പൊ അത് പൊളിഞ്ഞു. ഇനിയേ വലത്തെ കോളിൽ തോമസിന്റെ വീട്ടിലൊരു നീല ചുരിദാറിട്ട പെണ്ണ് കയറി പോയിട്ടുണ്ട്. അവളാരാന്ന് നിശ്ചയം. ഭയങ്കര രോഗമാണ്. ഇപ്പഴാ എനിക്ക് ആശ്വാസം. തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലേ? മോശം മാറി ബാക്കിയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി വേറെ കുറെ സംഭവങ്ങളുണ്ട്. ഇവരെ പോയി ചായ കുടിക്ക്. വാ, വാ. ഇപ്പൊ തന്നെ പറഞ്ഞിട്ടു. ഞാനങ്ങ് പേടിച്ചു പോയി. ഒന്നുമില്ല. എങ്ങനെയുണ്ട്? പുലി പോലെ വന്ന അളിയൻ എലി പോലെ പോയത് കേട്ടാ? കണ്ടു, ഇതാണ് കണ്ടു. ഐഡിയ എന്ന് പറഞ്ഞാ. പിന്നെ? വാ നമുക്ക് പോവാം. വാ. ഏയ്, ആരും പോവരുത്. ഏയ് അളിയാ, ഇവിടെ വാ. മേളിലത്തെ മുറിയിൽ നിന്ന് കിട്ടിയതാ ഈ നൈറ്റ്. ഇത് ഏത് സെറ്റപ്പിന്റെ ആടാ? എന്റെ ഭാര്യയുടെ ആണാ, സോറി. ചായ കുടിക്കാൻ പോവാം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഫ്ലവേഴ്സിൻ്റെ കോമഡി സൂപ്പർ നൈറ്റ് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ഷോയിൽ വരാൻ കഴിഞ്ഞതിനും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിനും ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിനെ ആദ്യമായിട്ട് 50 അടി ദൂരത്തിൽ കണ്ടപ്പോൾ എന്തായിരുന്നു അതിന്റെ താങ്കളുടെ റിയാക്ഷൻ? ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചത് ഫുൾ ഇങ്ങനെ AK-47 ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചെന്നിട്ട് ഇത് തരാൻ നേരത്ത് എന്റെ സാറേ ഒരു പിടിച്ചിരുന്നെങ്കിൽ അവിടെ തന്നെ ഇരുന്നില്ല. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. താങ്ക് യു. അങ്ങനെ വിജയ് ബാബു വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നതുകൊണ്ട് തന്നെ നല്ല ഗംഭീര ഷോ ആയിരുന്നു. ഐ എം എൻജോയിങ്. ഞാൻ ഇവിടെ വന്നതിൽ എനിക്ക് ഒട്ടും ഇതില്ല. ഞാൻ ആക്ച്വലി ടി വിയിൽ ഈ ഷോ കാണുമ്പോൾ ഒരു 10 മിനിറ്റ്സ് 7 മിനിറ്റ്സ് ഒക്കെ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ബ്രേക്ക് കിട്ടുമ്പോഴായിരിക്കും കാണും. പക്ഷെ ഇപ്പം എനിക്ക് ഈ ഷോ കൂടുതൽ കാണാൻ തോന്നുന്നു. വൺ മോർ തിങ് ഐ ഹാവ് ടു ടെൽ യു, ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റേജ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ചാനൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും
ഇത്രയും നല്ലൊരു സ്റ്റേജ് ഞാൻ കാണുന്നത് ഈ ഷോയിലാണ്. താങ്ക് യു. പിന്നെ ഇവിടെ വന്നുകൊണ്ട് തന്നെ അടുത്ത് ചോദിക്കുന്നത്, ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? അതിന്റെ ഒരു മൂവ്മെന്റ് എന്തായിരുന്നു? ചാനലൊക്കെ ഇങ്ങനെ ചാനലിങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തിന് ഇതിലോട്ടെടുത്ത് ചാടി ബാക്കിയുള്ളവന്റെ കുറെ കഞ്ഞൂടി മുട്ടിച്ച്? അല്ല, അതൊരു ഡെസ്റ്റിനിയാണ്, നിമിത്തം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അച്ഛൻ ഒരു പ്രൊഡ്യൂസറായിരുന്നു. അറിയാം. ആദ്യ സൂര്യൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ചെറിയ ഒരു ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പൊ സിനിമ എന്നും നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഒരിക്കൽ അതിന്റെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ലെവൽ വഴി വീണ്ടും കറക്കി തിരിച്ച് അവിടെ എത്തും. അത് 1983. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ അഭിനയിക്കാൻ പോകും. അങ്ങനെ അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ലാൽ ജോസ് സാറിൻ്റെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് സാദിഖ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന് എന്തോ വരാൻ പറ്റിയില്ല. അപ്പൊ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു എസ് പിയുടെ കോലമൊക്കെ മാറ്റി ക്ലീൻ ഷേവൻ SP, മോഡേൺ SP ആക്കി. അപ്പൊ ഞാനിങ്ങനെ ചെയ്തു. അപ്പൊ ആ സമയത്താണ് ജോമോനും ലാൽ സാറും കൂടെ നീനയുടെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. വേണുചേട്ടനും മെയിൻ സ്ട്രീം ആക്ടർ വേണോ സൂപ്പർ സ്റ്റാർ വേണോ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോമോനാണ് പറഞ്ഞത്, ആ ഇരിക്കുന്ന ആളെ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ, അയാളുടെ ഒരു മാനറിസം ഒക്കെ ഈ നീനയുടെ ഇതുമായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ക്ലീൻ ഷേവ് ആണ്. അത് ക്ലീൻ ഷേവ് ആണ്. വിജയ് ബാബു അല്ലെങ്കിലും ക്ലീൻ ഷേവ്. ഞാൻ അന്ന് എനിക്ക് താടി മീശ ഒന്നും ഞാൻ വളർത്തിയിട്ടില്ല. ബിക്കോസ് ഞാൻ കോർപ്പറേറ്റിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ക്ലീൻ ഷേവൻ ആണ്. എൻ്റെ വേറൊരു ലുക്കാണ്. എനിക്ക് ഏകദേശം 100 കിലോ സൈസും ഉണ്ട്. നല്ല പന്നിക്കുട്ടിയുടെ ലുക്കാണ്. അപ്പം ലാൽ ജോസ് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ ഒരു സിനിമയിൽ നായകനാവാൻ താല്പര്യമുണ്ടോ? ഞാൻ കുറച്ച് നേരത്തേക്കൊന്ന് ഷോക്കായി. എന്നുവെച്ചാൽ ഞാനൊരു ജോലിയിലിരിക്കുന്നു, ഒരു 10-60 ദിവസം വേണം. ഞാൻ പറഞ്ഞു എന്നാ ചോദിച്ചത്. ലാൽ ജോസ് സാറിന്റെ പടത്തിലെ നായകനായിട്ടാണ് വിളിക്കുന്നത്. പുള്ളി പറഞ്ഞല്ല, ഒരു 2 വർഷം എടുക്കും. ഞാൻ പറഞ്ഞാ പിന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം, എന്തായാലും നമുക്ക് പുതിയ പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് പുള്ളി പറഞ്ഞു, തടിയൊക്കെ ഇച്ചിരി കുറയ്ക്കണം. അല്ല, അത് കുറയ്ക്കാം. പുള്ളിയുടെ ഒരു ലാംഗ്വേജിൽ പറഞ്ഞ്, താടി മീശ ഒന്ന് നീട്ടി വളർത്തിയേരെ, ഞാൻ ഒന്ന് കാണട്ടെ. പുള്ളി ഉദ്ദേശിച്ചത് ഒന്ന് അല്പം ഒന്ന് നീട്ടി വളർത്തിയേരെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പുള്ളി ഈ അയാളും ഞാനും തമ്മിൽ റിലീസ് ചെയ്തിട്ട് പുള്ളി ഡയമണ്ട് നെക്ലസിന്റെ ഷൂട്ടിന് ദുബായിക്ക് പോയി. അപ്പൊ ഞാൻ ഇവിടെ താടി വളർത്ത് തുടങ്ങി. പുള്ളി വന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ല, താടിയൊക്കെ വളർന്ന്. അപ്പോൾ നമ്മള് ചാനലിൽ ഹെഡായിട്ടിരിക്കും. എല്ലാവരും വന്ന് ചോദിക്കുന്നത്, അല്ല സാറിന് എന്താ ഈ താടി? ശബരിമലയ്ക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ഇനിയിപ്പം എന്തായാലും വ്രതം എടുത്ത് തുടങ്ങി. താടിയൊക്കെ വളർന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ എന്തിനാ തട്ടത്തിൻ മറയത്ത് LJ ഫിലിംസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അതിന്റെ 100ാം ദിവസം ആഘോഷം ശ്രീനേട്ടന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ഞാനും മുകേഷ് ഏട്ടനും നിവിനും അവരും എല്ലാം കൂടെ വരുമ്പോൾ ഗസ്റ്റ് LJ ആണല്ലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പുള്ളി വന്നിട്ട് കുറെ മാസങ്ങൾക്ക് പുള്ളി ഇങ്ങനെ ദൂരെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എവിടെയോ കണ്ടുപരിചയം. ഒഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ഇവിടെ വരക്കെ ഞാനിങ്ങനെ ലാലിൽ നിന്ന്, സാർ ഞാനാണ് വിജയ്. ആളിനറിയാൻ വയ്യ. അങ്ങനെ ആ ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് ഒന്ന് വേണ്ടാന്ന് വെച്ചു നായകനെ. കാര്യം വെച്ചാല് ആദ്യം പോയപ്പോ നല്ല ഹാൻസം ആയിട്ടിരുന്നു, ഇപ്പൊ വന്നപ്പോ തെണ്ടിയെ പോലെ പിച്ചക്കാരനെ പോലെ ഇങ്ങനെ അതാ അവസ്ഥയായിരുന്നു. ഞാനൊന്ന് നീട്ടി വളർത്താൻ പറഞ്ഞ ഒന്ന് നോക്കാനാണ്. ഇത് വേണ്ട ഈ ലുക്ക് വേണ്ട, നമുക്ക് ക്ലീൻ ചെയ്യും മതി. അങ്ങനെ നോർമലായി. പിന്നെ നീനയുടെ ലുക്ക് വന്നപ്പോ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ട്രിംഡ് ലുക്ക് പിടിച്ചു. അതാണ് സിനിമയിൽ വരാനുള്ള. നിങ്ങളാണ് ആ ക്യാരക്ടറിന് താങ്ക് യു സോ മച്ച്. ഗംഭീരമായിട്ട് ചെയ്തു. നീന സിനിമ ഞാൻ കണ്ടു. ലാൽ ജോസ് സാറിനെ വിളിച്ചു പറഞ്ഞു. താങ്കളെ ഞാൻ നേരിട്ട് കണ്ടു. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കണമെന്ന്. വേറൊന്നുമില്ല, ഞാൻ എപ്പോഴെങ്കിലും താങ്കളെ കാണുമ്പോൾ ചോദിക്കണമെന്നുണ്ട്. നാഷണൽ അവാർഡ് കിട്ടി. ഇന്ത്യൻ പ്രസിഡന്റിനെ ആദ്യമായിട്ട് 50 അടി ദൂരത്തിൽ കണ്ടപ്പോൾ എന്തായിരുന്നു അതിന്റെ താങ്കളുടെ ഒരു റിയാക്ഷൻ? അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് താങ്കളെ കണ്ടപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? അത് നല്ല ഒരു അനുഭവമായിരുന്നു. അത് ശരിക്കും ഇപ്പൊ ഈ പ്രോഗ്രാമിന് വരുമ്പോൾ എനിക്കറിയാം ചിരിക്കാനാണ് വരുന്നത് നന്നായിട്ട്. അപ്പോൾ ഈ അവാർഡ് ദാന ചടങ്ങിൽ എന്താണ് ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, പക്ഷെ പ്രസിഡന്റ് വരുന്നു എങ്ങനെ, അങ്ങനെ ഒരു ഐഡിയ ഇല്ല. പിന്നെ അവർ തന്നെ ഇങ്ങനെ സംസാരിച്ചിട്ട് തലേ ദിവസം റിഹേഴ്സലുണ്ട്, ഇത് വാങ്ങാൻ പോണതിന്റെ. അപ്പോൾ ഡമ്മി പ്രസിഡന്റ് നിൽക്കും, കയ്യിൽ കയ്യിൽ ടച്ച് ചെയ്യാൻ പാടില്ല, ആള് ടച്ച് ചെയ്യണമെങ്കിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡമ്മി ഇതെല്ലാം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ആകാംക്ഷ കൂടും. റിഹേഴ്സലുണ്ട് തലേ ദിവസം. എന്നിട്ട് 5 മണി എന്നുള്ള 5:30 ആണെങ്കിൽ ബാക്കി എല്ലാ സെക്യൂരിറ്റി എല്ലാം റെഡി ആയിരിക്കും. 5:30 എന്ന് അടിക്കുമ്പോൾ പുള്ളി നേരെ വരുന്നു,
പിന്നെ ഒരു ലാഗുമില്ല. അപ്പോൾ ഫുൾ നമ്മളിങ്ങനെ നിൽക്കും. ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചത് ഫുൾ ഇങ്ങനെ AK-47 ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചെന്നിട്ട് ഇത് തരാൻ നേരത്ത് എന്റെ സാറേ ഒരു പിടിച്ചിരുന്നെങ്കിൽ അവിടെ തന്നെ ഇരുന്നിനെ ഈ ഷോ ഉണ്ടാവില്ലായിരുന്നു. ഷോ ഉണ്ടാവും. പടം അവിടെ കിടന്നിട്ട്. അപ്പൊ ഒരുപാട് ഇപ്പൊ തന്നെ ഏകദേശം ഒരു 10-50ഓളം 15-16 സിനിമയാണെങ്കിൽ 50ന്റെ വലിപ്പമുണ്ട് കേട്ടോ. കാര്യം പിന്നെ ചെയ്ത സിനിമകളെല്ലാം അത്യാവശ്യം നല്ല നമുക്ക് കോൺഫിഡൻസ് ഉള്ള സിനിമ, ഒരുപാട് സിനിമകളൊന്നും ചെയ്യാം. അപ്പൊ ഒരുപാട് ഡയലോഗ്സുകൾ എന്തായാലും ബൈഹാർട്ട് ചെയ്ത് അറിയാം. ഒരുപാട് സ്ക്രിപ്റ്റ് വായിച്ചതാണ്. ഞാൻ സ്ക്രിപ്റ്റ് അപ്പൊ സിനിമയിലെ ഏതെങ്കിലും ഒരു കിടിലൻ ഡയലോഗ് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. പക്ഷെ അതിന്റെ ഡയലോഗ് ഇപ്പോഴും എനിക്ക്, പക്ഷെ അതിന് ഉത്തരം തരണം. ഓക്കെ, ഉത്തരം തരാം. ഞാൻ ഭാവനയോട് ചോദിച്ച ഒരു ചോദ്യം ഹണി ബി സിനിമയിലാണ്. ആർ യു എ വെർജിൻ? ആർ യു എ വെർജിൻ? യെസ്, ഞാൻ വെർജിനാണ്. കുട്ടികൾ എത്രയെന്നാ പറഞ്ഞ? അതല്ല, അതിൽ ഞാൻ വെർജിനല്ല. പക്ഷെ എന്റെ തലച്ചോറ് ഇപ്പോഴും വെർജിനാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാം. ഞാൻ വെർജിനാണ്. വെരി ഗുഡ്. ഇനി മിമിക്രി ഒക്കെ അവതരിപ്പിക്കും. അത് പാട്ടാണോ? ഏതെങ്കിലുമൊക്കെ താരത്തിന് ചിലപ്പോൾ ഒരു പാട്ട് രണ്ടുപേരും മൂളുന്നതൊക്കെ ഇഷ്ടമായിരിക്കും. അല്ല, ഇവിടെ ഞാൻ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പറയാൻ പാടില്ല. അതെ, നിങ്ങളോട് തീരെ പറയാൻ പാടില്ല. ഞാനും അത്യാവശ്യം മിമിക്രിയെ കാണിക്കാറുണ്ടായിരുന്നു. അപ്പൊ എല്ലാത്തിലും കൈവച്ച് മിമിക്രി ചെയ്യില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം മിമിക്രിയെ കാണിക്കാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു മിമിക്രി. പക്ഷേ നമ്മൾ ഞാൻ വെളിയിലാണ് പഠിച്ചത്. സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂർക്ക് പോയി. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ജോലിയൊക്കെ കഴിഞ്ഞ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലോട്ട് വരുന്നത് തന്നെ. നമ്മളുടെ ഭാഷയിലാണ് നമ്മൾ മിമിക്രി പറയുന്നത്. നമ്മൾ വേറെ സ്റ്റേറ്റിൽ പോകും. ഞാനും വെളിയിലാണ് പഠിച്ചത്. എവിടെ? ക്ലാസ്സിന് വെളിയിൽ. ഞാൻ നസീർ സാറിനെ ഒന്ന് ട്രൈ ചെയ്യാം. ആണോ? ഓക്കെ, റെഡി. എനിക്ക് ഒരു ചമ്മലും വേണ്ട, ചേട്ടൻ ധൈര്യമായിട്ട് ചെയ്തു. ഫ്ലവേഴ്സിൻ്റെ കോമഡി സൂപ്പർ നൈറ്റ് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ഷോയിൽ വരാൻ കഴിഞ്ഞതിനും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിനും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും എൻ്റെ പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി ഞാൻ ഈ ഷോയിൽ വരുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പോയി വരട്ടെ. കറക്റ്റ് ടൂണ. ശബ്ദം കോൾഡിന്റെ ഉള്ളതുകൊണ്ട് ചെറിയൊരു പ്രശ്നം. പക്ഷെ ബാക്കി എല്ലാം പ്രിയപ്പെട്ട എല്ലാ തീർച്ചയായിട്ടും. എന്ത് തോന്നുന്നു നമ്മളെ കൂടെ മിമിക്രിയിലേക്ക് വരുന്നു? വിളിക്കൂ, ഞാൻ വരാം. ഓക്കെ, അപ്പൊ അടുത്ത ഷോ ഉടനെ തന്നെ നമുക്ക് പോകാൻ സാധിക്കട്ടെ. എത്ര നായികമാരോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്? നായികമാരായിട്ട് എൻ്റെ ആദ്യത്തെ നായിക എന്ന് പറയുന്നത് റിമ കല്ലിങ്കലാണ്. റിമ കല്ലിങ്കൽ, അതാണ് ഞാൻ നായകവേഷം ചെയ്ത ആദ്യത്തെ സിനിമ. രണ്ടാമത്തെ നായിക എന്ന് പറയുന്നത് ആനഗസ്റ്റിൻ. മൂന്നാമത്തെ ഫുൾ ഫ്ലെജ് നായിക എന്ന് പറയുന്നത് കാവ്യ മാധവനാണ്. ചിത്രത്തിന്റെ പേര് ആകാശവാണി എന്ന് പറയുന്ന സിനിമയാണ്. താങ്കൾ ഒരു ഭാഗ്യമുള്ള നടനാണെന്ന് കൂടി ഞാൻ പറയാം. കാരണം ഈ 3 നായികയും വേറെ ആരും തിരിച്ചറിയാത്തൊരു സംഭവമുണ്ട്. ഇവർക്ക് 3 പേർക്കും സംസ്ഥാന അവാർഡ് കിട്ടിയ നായികമാരാണ്. അവരോടൊപ്പമാണ് വിജയ് ബാബു അഭിനയിച്ചത്. അവരോട് റബ്ബ് ചെയ്യുമ്പോൾ കുറച്ച് പോസിറ്റീവ് എനർജി നമുക്ക് വന്നിട്ട് ചിലപ്പോൾ ഒരു അവാർഡ് കിട്ടിയാലോ. തീർച്ചയായിട്ടും. ആകാശവാണിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ആകാശവാണിയിൽ ഞാൻ കാവ്യമായിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. സീരിയസ് മൂവിയാണോ? അല്ലല്ല, ഹ്യൂമറാണ്. ആകാശം വാണിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അതാണ് ആകാശവാണി. ഓ, ഞങ്ങൾ വിചാരിച്ചു പഴയ അല്ല. അപ്പൊ അത് ഒരു അർബൻ, അതായത് സിറ്റിയിൽ താമസിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും വൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ചാനലിന്റെ ഹെഡായിട്ടുള്ള വാണിയും ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന ആകാശം, രണ്ടുപേരും രണ്ടുപേരുടെ രീതിയിൽ പ്രശസ്തരാണ്. 2 പേരുടെ രീതിയിലും വലിയ ആൾക്കാരാണ്. അപ്പം അവർ തമ്മിൽ ആരാണ് വലുത് എന്നുള്ള ഈഗോ ക്ലാഷാണ് ഈ സിനിമ. അതാണ് സിനിമ. ഓക്കെ, ഇനി വേറൊരു സിനിമയുണ്ട് നമ്മുടെ പ്രശസ്ത സംവിധായകന്റെ ലിജോ ജോസ് പല്ലശ്ശേരിയുടെ ഉഗ്ര ഒരു സിനിമ ഇനി റിലീസ് ആവുന്നുണ്ട്. അതിൽ ഡബിൾ ബാരലിൽ ഗംഭീര വേഷമാണ് ചെയ്തേക്കുന്നത്. ഒരു വില്ലനാണല്ലേ? ഒരു ഡോണാണ്. അത് ഭയങ്കര ഒരു സിനിമയാണ്. ബിക്കോസ് യങ്സ്റ്റേഴ്സിന്റെ 2020 ആണെന്ന് വേണമെങ്കിൽ ആ സിനിമ പറയാം. അതിപ്പോൾ പൃഥ്വിരാജ്, ആര്യ, ഇന്ദ്രജിത്ത്, സണ്ണി, ആസിഫ് അലി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയുള്ള ക്യാരക്ടേഴ്സിലൊന്ന് എൻ്റെ ക്യാരക്ടറും കൂടാണ്. അതിൽ ബില്ലി എന്ന് പറയുന്ന ഒരു ഡോണാണ് അതെ ക്യാരക്ടർ. പിന്നെ ലിജോ എൻ്റെ വളരെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. ഞങ്ങൾ ലിജോയുടെ അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളാണ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. താങ്ക് യു. ഇത്രയും നേരം
കുറച്ചൊക്കെ ഒരുപാട് സന്തോഷം. കുറച്ച് നേരം അല്ല നമ്മള് ഒരുപാട് അടുത്ത് കണ്ടിട്ടും ആദ്യമായിട്ടാണ് നമ്മളൊരു ഷോയിൽ ഒരുമിച്ചിരിക്കുന്നത്. എനിക്ക് വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ലേറ്റ് ആയി പോയാൽ ക്ഷമിക്കണം. ഓക്കെ, എല്ലാവിധ ഭാവങ്ങളും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ എല്ലാവിധ ഇത് ഭാവങ്ങളും കണ്ടപ്പോ എനിക്ക് ഒരു ഒരിക്കൽ കൂടി. ആഗ്രഹം, ആങ്കറെങ്കിലും കൂടെ ഒന്ന് കൈവച്ചാലോ. എന്റെ പൊന്നണ്ണാ, വിട്ടേക്ക്. ഓക്കെ, ഇനി ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ എന്റെ ഈ പണിയും പോകും എന്ന് എനിക്ക് തോന്നിയത് കാരണം എന്തായാലും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതുമയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇവിടെ പറയുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.